നമ്മുടെ ഇലക്ഷനൊക്കെ ഇന്നലെ കഴിഞ്ഞു. നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്നത് മാത്രമാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാനാവുക. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നാളെ ഇതിൻ്റെ റിസൾട്ടാണ്. പല ആളുകൾക്കും പല വിഷയത്തിലും മറുപടി പറയേണ്ടത് നാളെ കഴിഞ്ഞിട്ടാണ്. ചില ആളുകൾ ഇതുവരെ സംസാരിച്ച പല ആളുകൾക്കും സംസാരം നിർത്തേണ്ടതും നാളെ കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, 2020 ശേഷം നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞിട്ടുണ്ടാവുക, ഏറ്റവും കൂടുതൽ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാവുക. ഗീബത്ത് പറഞ്ഞാൽ പരദൂഷണം. തനിക്ക് തൻ്റെ സഹോദരനെ കുറിച്ച്, സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠാഞ്ചന്മാരും മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഇതര മതസ്ഥരോ അല്ലാത്തവരോ ആയ ആളുകളെ കുറിച്ച് ഇല്ലാത്തത് പറയുക. ഇല്ലാത്തത് പറയുക എന്നല്ല, ഉള്ളതിൽ തന്നെ ഇഷ്ടമില്ലാത്തത് പറയുക. അതേപോലെ തന്നെ ഏഷണി, സ്വജന പക്ഷപാതം, കുറ്റപ്പെടുത്തുക, അസൂയ തുടങ്ങി മൊത്തം തിന്മകൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്രോഡീകരിച്ചാൽ നിയമസഭയിലൊന്നും അത്ര വരില്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത ആളുകളല്ലല്ലോ സ്ഥാനാർത്ഥി. ഇത് നമ്മുടെയൊക്കെ വീടിന്റെ മുമ്പിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ചുറ്റുപാടിലുള്ള സ്ഥാനാർത്ഥികളാണ് ഉണ്ടാവുക. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ പാർട്ടി തന്നെയാണ്. നമ്മുടെ തഖ്വയൊന്നുമല്ല, നമ്മുടെ ഈമാനും അല്ല, നമ്മുടെ ദീനും അല്ല. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് മാത്രമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പൊതു സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഗീബത്തും നമീമത്തും പരദൂഷണവും പിന്നെ എല്ലാ നാവ് കൊണ്ട് പറയാവുന്ന തിന്മകളൊക്കെ, നാവാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൻ യൗമനുലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി ഔമനു ലഹുൽ ജന്ന. 2 കാലിന്റെ ഇടയിലെ ഒരു അവയവം, താടിയെല്ലിന്റെ നാവ്, ചുണ്ടുകൾക്കിടയിലുള്ള അവയവം, ആ അവയവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരുമെങ്കിൽ, അല്ലാഹു റസൂൽ പറയാം, നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരുമെങ്കിൽ ഔമനു ലഹുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം ഞാൻ ഉറപ്പ് തരാം. സുബ്ഹാനല്ലാഹ്, സ്വർഗ്ഗം ഉറപ്പ് തരാം. അത് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റാത്തിടത്തോളം കാലം സ്വർഗ്ഗങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നാണ് അതിന്റെ ഒരു മഫ്ഹൂം മുഖാലഫ, വിപരീതാർത്ഥം. അപ്പൊ അത്ര ഗൗരവത്തിലുള്ള ഒരു സംഗതിയാണ് നാവ് കൊണ്ടുള്ള സംസാരം. മാത്രമല്ല, 2 മലക്കുകളെ, പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മലക്കുകളെ, ഓരോ മനുഷ്യന്റെയും തോളിലിരുന്ന് അവൻ പറയുന്ന നന്മയും തിന്മയും കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇസ്ലാമിന്റെ ശരീഅത്ത് പറയുന്നു. ആധികാരികമായി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടും. ചിലതള്ള പൊറുക്കുന്നേ ഉള്ളൂ, പൊരുത്തപ്പെടിച്ചാല്. പൊരുത്തപ്പെടിക്കാത്തതോ അതവിടെ കിടക്കും. ആരെ കുറിച്ച് പറഞ്ഞാലും, നമ്മൾ അടുത്തുള്ള ആളെ പറ്റി പറഞ്ഞാലും, നമ്മൾ അറിയാത്ത ആളുകളെ പറ്റി പറഞ്ഞാലും, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിത വിജയവുമായി, അവന്റെ സ്വർഗവുമായി, അവന്റെ നരകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ സംസാരം, അവന്റെ നാവ് എന്നത്. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത, ഒരു തരത്തിലും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 ആഴ്ച മുമ്പ് തന്നെ പറയേണ്ടതായിരുന്നു. 2 ആഴ്ച എനിക്കിവിടെ ഖുത്ബക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ, ഇനിയും അതിന് സാധ്യതയുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇതുവരെ പറഞ്ഞ ആളുകൾക്ക് പാശ്ചാത്തപിക്കാൻ, പറയാത്ത ആളുകൾക്ക് ഇനി ഒരിക്കലും പറയാതിരിക്കാൻ, ഇനിയും പറയേണ്ടി വരികയാണെങ്കിൽ ആ പറയുന്നിടത്തൊരു സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കാൻ ഇന്നത്തെ ഈ സംസാരം ഉപകാരപ്പെടണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം ഒന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങളെ വിളിച്ചത് വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ. അള്ളാഹ് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾ ഉറക്കിലുണ്ട്, നിങ്ങൾ വളർച്ചയിലുണ്ട്, നിങ്ങളെ ഭക്ഷണത്തിന്റെ കൂടെ ഉണ്ട്, നിങ്ങളെ ജോലിന്റെ കൂടെയുണ്ട്, എല്ലാ സമയത്തും അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ട്. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സദീദായ വർത്താനം പറയണം. സദീദ് എന്താന്ന് ഞാൻ പറയാം. സദീദായ വർത്താനം പറയണം. നിങ്ങളങ്ങനെ പറയുമെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളെ മൊത്തം കർമ്മങ്ങൾ നന്നാകും. ഒന്നാമത്തെ നേട്ടം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയും ചെയ്യും. രണ്ടാമത്തെ നേട്ടം. വമൻ യുതിഇല്ലാഹ വറസൂല, അങ്ങനെ അള്ളാഹനെ ഭയപ്പെട്ട് സംസാരം സദീദാക്കി ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണല്ലോ. അങ്ങനത്തെ ആളുകൾ ഫഖദ് ഫാസ ഫൗസൻ അലീമ,
അവര് ഏറ്റവും മഹത്തായ വിജയം കരസ്ഥമാക്കുന്ന ആളുകളാണ് എന്ന് അള്ളാഹു പറയാണ്. ഖൗലൻ സദീദ്. ഞാൻ നിങ്ങൾ പരിശോധിക്കേണ്ടത് എന്റെ കൗല്, എന്റെ വർത്താനം സദീദാണോ? ഒന്നാമത്തത് യുസ്ലിഹുലക്കും അഅമാലക്കും, എന്റെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കും. എന്റെ കർമ്മങ്ങൾ പലപ്പോഴും മോശമാവുന്നുണ്ട്. എന്തുകൊണ്ടാ? എന്റെ വർത്താനം മോശമാണ്, എന്റെ വർത്താനം മോശം, എന്റെ സ്വഭാവം മോശമാണ്. വയഗ്ഫിർലക്കും ദുനൂബക്കും, എന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കണില്ല. എന്തുകൊണ്ടാ? എന്റെ സംസാരം ശരിയല്ല. സംസാരം ശരിയായി തന്നെ അള്ളാഹു പാപങ്ങൾ പൊറുക്കും. അപ്പൊ മനസ്സിന് ശാന്തി ഉണ്ടാകും, ഭാരം കുറയും. അല്ലേ? നമ്മൾ വലിയൊരു ചാക്ക് ഏറ്റിട്ട് അങ്ങാടി കൂടെ പോകുമ്പോ ഒരു വല്ലാത്ത ഭാരമൊക്കെ നമുക്ക് ഉണ്ടാവാം. അതൊന്ന് ഇറക്കി വെച്ച് നടക്കുമ്പോഴോ സത്യം പറഞ്ഞാൽ ഓരോരോ വീഴ്ചകളും നമുക്കുള്ള ഭാരങ്ങളാണ്. ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയാലോ മനുഷ്യന് മരിക്കുമുണ്ടല്ലോ ശാന്തമായി മരിക്കാൻ പറ്റും, ശാന്തമായി മരിക്കാൻ പറ്റും. ഇങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന വിജയോ അത് ഫുട്ബോളിനേക്കാളും ക്രിക്കറ്റിനേക്കാളും രാഷ്ട്രീയത്തിനേക്കാളും ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കാളും വലിയ വിജയമാണ് അള്ളാഹു തആലയെ അനുസരിച്ച് സംസാരം നന്നാക്കി സദീദായ വർത്തമാനം പറയുന്ന ആളുടെ ജീവിത വിജയമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്താണ് സദീദായ വർത്തമാനം? തഫ്സീർ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഒന്നാമത്തെ പ്രത്യേകത മുസ്തഖീമല്ല ഐബിജാജ ലഹു, വക്രതയില്ലാത്ത, ആരെയും വേദനിപ്പിക്കാത്ത, അപമാനിക്കാത്ത വർത്തമാനം. രാഷ്ട്രീയത്തിൽ അത് നിർബന്ധമാണ്, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അത് നിർബന്ധമാണ്. ഇന്ത്യ സ്ഥാനാർത്ഥിനെ പറ്റി കുറ്റം പറയാതെ, ഇന്ത്യ സ്ഥാനാർത്ഥിനെ നന്നാക്കി പറയാതെ, ഇന്ത്യ സ്ഥാനാർത്ഥിന്റെ എതിർ സ്ഥാനാർത്ഥിയെ പറ്റി കുറ്റം പറയാതെ, അയാളെ ആക്ഷേപിക്കാതെ, അയാളെ പഴയ പുഴുക്കുത്തുകൾ പുറത്തേക്കെടുത്ത് വലിച്ചിടാതെ, സമൂഹ മധ്യത്തിൽ അയാളെ അപമാനിക്കാതെ, എനിക്കും ഇന്ത്യ സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഇലക്ഷൻ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. സ്വാഭാവികമായും അങ്ങനെ സംസാരിക്കുന്ന ഒരാൾക്ക് അയാളുടെ വർത്തമാനം കൗരം സജീദാക്കാൻ പറ്റൂല. മുസ്തഖീമല്ല ഐബിജാജ ലഹു, വക്രതയില്ലാതെ, ചാട്ടുളി പ്രയോഗമില്ലാതെ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ആ അർത്ഥത്തിൽ സംസാരിക്കുക അതൊരു മനുഷ്യന്റെ സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഡബിൾ അർത്ഥം വെച്ചുകൊണ്ട് വർത്താനം പറയാൻ എല്ലാവർക്കും പറ്റുമായിരിക്കും, വിശ്വാസിക്ക് പറ്റൂല. എന്റെ മുമ്പിൽ ഇങ്ങനെ ഇത്തിക്കാഫിന്റെ നിയത്തും വെച്ച് ഒന്നെടുത്ത് പള്ളിയിൽ വന്നിരുന്ന് ഇരിക്കുന്ന ആൾ ഏത് സംഘടനക്കാരാണെങ്കിലും, മുജാഹിദാണെങ്കിലും ജമാഅത്താണെങ്കിലും സുന്നി ആണെങ്കിലും, അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ സ്വർഗം കിട്ടൂല, അള്ളാഹുവിന്റെ പ്രീതി ആൾക്ക് ഉണ്ടാവില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അവന്റെ വർത്തമാനത്തിന്റെ സദീദിന്റെ ഒരു പ്രത്യേകത മർളിയലില്ലേ ആവണം. എന്ത് പറഞ്ഞാലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടണം. ഇങ്ങനെ കുറ്റാണ് പറയണം വെച്ചോളി, ഒരു കുറ്റമാണ് പറയുന്നെങ്കിലും അതിൽ അള്ളാഹിന്റെ പ്രീതി ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തെന്നാണ് പറഞ്ഞാലും റബ്ബിന്റെ പ്രീതിയാണോ എന്ന്. മൂന്നാമത്തത് ഞാൻ ചുരുക്കി പറയാം. മൂന്നാമത്തത് ഖൗലൻ ഖാസിദൻ ഗൈറ ജാഇരീന, അതിക്രമമല്ലാത്ത ലക്ഷ്യപൂർണമായ സംസാരം. ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ, ഒരു അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ, ഒരാളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആ വർത്തമാനം ആളുകളെ ആക്രമിക്കുന്നതാവരുത്. രണ്ടാമത്തത് ഖൗലൻ ഖാസിദൻ, ലക്ഷ്യമുള്ള വർത്തമാനം. എന്തിനാ ഞാനത് പറഞ്ഞത്? ഞാനത് പറഞ്ഞിട്ട് എന്താ നേട്ടം? എനിക്കെന്താ നേട്ടം? ഒരു നേട്ടമല്ല. ഇനി പറഞ്ഞ ആരെ പറ്റിയാണ് പറഞ്ഞു, ഓനെന്തെങ്കിലും നേട്ടമുണ്ടോ? ഓനൊരു നേട്ടമല്ല. ഇനി ഇത് കേൾക്കണവനുണ്ട്, ഓനെന്തെങ്കിലും ഓനൊരു നേട്ടമല്ല. ആർക്കും ഒരു നേട്ടമല്ലാത്ത, ലക്ഷ്യമില്ലാത്ത വർത്തമാനം പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ് റസൂൽ പറയാൻ നിൽക്കരുത്. ഹക്കൻ ഗൈറ ബാത്തിലൻ. നാലാമത്തെ എന്തറിയോ? സത്യമുള്ളതാവണം പറയുന്ന കാര്യങ്ങൾ. ഗൈറ ബാത്തിലാവരുത്, ബാത്തിലായ വർത്തമാനമാവരുത്. സത്യം തന്നെ റസൂൽ പറയണം. സത്യം തന്നെ എല്ലാ സത്യം ഒരു വിശ്വാസി പറയണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു വഴി നടന്നു വരുന്ന സമയത്ത് വഴിയിൽ ഒരു അപകടം ഉണ്ടായി. ഈ അപകടം ഉണ്ടായത് സത്യമാണ്. വണ്ടി ഇടിച്ചിട്ടുണ്ട്, ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, രണ്ടാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്, ജീപ്പുകാരനകത്ത് നല്ല വീഴ്ചയുണ്ട്. ഇതൊക്കെ സത്യമാണ്. ആ സത്യം ഞാൻ എല്ലായിടത്തും പറയണോ? ഖുത്ബയിൽ ഞാൻ പറയണോ? ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോട്ട് ചെയ്താൽ പോരെ? ഞാൻ പോണ ഭക്ഷണത്തിനുള്ള വീട്ടിൽ പോയി പറയണോ? ഞാൻ എൻ്റെ കുട്ടികളെ മീറ്റിംഗ് വിളിച്ച് പറയണോ? കമ്മിറ്റിക്കാരെ വിളിച്ചുകൊണ്ട് പറയണോ? വേണ്ട. സത്യമല്ലേ? സത്യമാണെന്ന് കരുതി എല്ലാ സത്യങ്ങളും വിളിച്ചു പറയേണ്ടവരല്ല വിശ്വാസി. എന്താ കാരണം? അവൻ പറയുന്ന ഓരോ പ്രയോഗങ്ങളും അള്ളാഹു തന്നെ രേഖപ്പെടുത്തി വെക്കും. പൊതുവെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹയവാനും നാത്യക്കാണ്. അവന്റെ ഒരു താരീഫ് തന്നെ, അവന്റെ ഒരു നിർവചനം എന്താ? സംസാരിക്കുന്ന ജീവിയാണ്. എല്ലാ ജീവികൾക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നായ്കൾക്കുണ്ട്, പട്ടികൾക്കുണ്ട്, ജീവജാലങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, മനുഷ്യനുണ്ട്. മനുഷ്യൻ തന്നെ ഏറ്റവും വിശദമായി അവന്റെ ആശയങ്ങൾ കൈമാറുന്ന സംസാരത്തിലൂടെയാണ്. കണ്ണ് കാണാത്ത ആളുകൾക്ക് അവരുടെ ഒരു ഭാഷയുണ്ട്.
അപ്പൊ ഈ അർത്ഥത്തിൽ അല്ലമഹുൽ ബയാൻ, ബയാനും കൂടി വിശദീകരിക്കപ്പെട്ട ഈ മനുഷ്യൻ അല്ലാഹു റസൂല് ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പുലർത്തിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റുന്ന വിശ്വാസികൾ അതിൽ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറഞ്ഞ് ചില കടകളൊക്കെ അങ്ങനെ അഭിപ്രായം പറയാനായിട്ടുള്ള കടകൾ, അഭിപ്രായമൊക്കെ നമുക്ക് പറയാം, ഇടപെടാം, അത്യാവശ്യ കാര്യങ്ങൾ പറയാം, അതിനൊന്നും തർക്കമല്ല. പക്ഷെ അതിനു വേണ്ടി മാത്രം എന്തും പറയാൻ പറ്റുന്ന സംവിധാനങ്ങൾ, അത്തരം ചില ക്ലബ്ബുകൾ, അത്തരം ചില ക്യാരംസിന്റെ ചുറ്റുപാട്, ഞാൻ ഇവിടുത്തെ ക്യാരംസിനെ പറ്റി അല്ല പറയുന്നത്, അങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ ഈ അർത്ഥത്തിലുള്ള വർത്തമാനങ്ങളും പരിഹാസവും കളിയും തമാശയും മാത്രം രൂപപ്പെടുന്ന എന്തൊരു ഗ്യാതറിംഗ് ആണെങ്കിലും അത് ആ നാടിന്റെ, ആ വീടിന്റെ, അവിടെ ഇരിക്കുന്ന ആളുകളുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹിന്റെ സംസാരത്തെ പറ്റി രസകരമായ ചില പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലൊക്കെ ഉണ്ട്. നിർത്തി സംസാരിക്കും. ഇങ്ങനെ പോലെയല്ല, നിർത്തി ഒരു വാക്കിനെപ്പറ്റി പറഞ്ഞാൽ അടുത്ത വാക്കിന് ആളുകൾ കാതോർക്കും. നമ്മൾ വല്ലതും പറയുന്ന ആൾക്കാർ എപ്പ കഴിയുന്നുള്ള കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാവുക. കാതോർക്കും ആളുകൾ. പറഞ്ഞത് ആസ്വദിച്ച് പറയത്ര, എന്തെങ്കിലും തോന്നിയ പോലെ പറയില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞാൽ കുറവുണ്ടാവും. അറിയാതെ പറഞ്ഞതാണ്, തെറ്റിപ്പോയതാണ്, ഞാൻ ഉദ്ദേശിച്ചതല്ല. അല്ലാഹു റസൂലിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ അർത്ഥത്തിലുള്ള ഒരു അബദ്ധ സംസാരം ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് രേഖപ്പെടുത്തി വെക്കും. അള്ളാഹ് എഴുതുന്നതിന്റെ മുമ്പ് പറയുന്ന കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് തന്നെയാണോ പറയുന്നത് എന്ന് ആലോചിക്കും. അത് സംസാരത്തിന് ഒരു പൊതു നിയമമാണ്. എല്ലായിടത്തും നമുക്ക് എല്ലാം പറയാൻ പറ്റൂല. ഒരു ഡോക്ടറോട് പോയി പറയുന്നത് പോലെ അവൻ ഒരു ഉസ്താദിനോട് പോയി പറയുന്നത്, ഉസ്താദിനോട് പോയി പറയുന്നത് പോലെ അവൻ ആ കുട്ടികളോട് പറയുന്നത്, ഭാര്യയോട് പറയുന്നത് പോലെയല്ല മക്കളോട് പറയുക, മക്കളോട് പറയുന്നത് പോലെ അവൻ ആ ഉമ്മാനോട് പറയുക. ഒക്കെ വ്യത്യാസമാണ്, എല്ലാം വ്യത്യസ്തമാണ്. അത് ശ്രദ്ധിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ. അല്ലാഹു റസൂല് പറയുന്ന മൂന്നാമത്തെ കാര്യം ആവർത്തിച്ച് പറയും റസൂല്. നിങ്ങൾ നോക്കിയിട്ട് പല സലാസൻ 3 പ്രാവശ്യം പറഞ്ഞു. നബി, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ്? നബി ഉമ്മുക്ക. പിന്നെയും ചോദിച്ചു ആരോടാണ്? ഉമ്മുക്ക. 3 പ്രാവശ്യം ഉമ്മുക്ക. വല്ലാഹി ലാ യുഅ്മിൻ, ഒരിക്കലും വിശ്വാസിയല്ല. വല്ലാഹി ലാ യുഅ്മിൻ ആവർത്തിച്ച് പറയുന്ന രീതി നബിക്കുണ്ടായിരുന്നു. ചിന്തിച്ച് സംസാരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയേണ്ടത് നമ്മൾ പറയണം, പറയേണ്ട സമയത്ത് പറയണം, പറയേണ്ടവരോട് പറയണം, പറയേണ്ട രീതിയിൽ പറയണം. ഇല്ലെങ്കിൽ ആ പറച്ചിൽ പിന്നീട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പറച്ചിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തും. മാറി മാറി വരുന്ന മനസ്സ് ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തിയാൽ മാത്രമേ ഒരു മനുഷ്യൻ ഉറച്ചു നിൽക്കുകയുള്ളൂ. അതിന് നാവ് ഉറച്ചു നിൽക്കണം. നാവ് കൽബിനെ മറികടന്നാൽ പിന്നെ നിയന്ത്രണം നഷ്ടപ്പെടും. മാനായിട്ടുള്ള കച്ചറുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ മരിച്ചാൽ പോലും നിങ്ങളെ മയ്യത്ത് പോലും കാണാൻ വരില്ല എന്നൊരു മകള് പറഞ്ഞു. ഉമ്മ മരിച്ചു. മകളും എന്തിനാ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഒരുങ്ങിക്കുണ്ട്, വരുന്നില്ല. എന്താ കാരണം? ഉമ്മ മരിച്ചാലും കൂടി ഞാൻ പോകില്ല എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ ഞാൻ ആ പറഞ്ഞ തെറ്റായ വാർത്ത അത് ശരിയല്ല എന്നും എന്റെ ഉമ്മ മരിച്ചാലും കൂടി ഞാൻ പോണം എന്നുള്ള ആ നന്മയിൽ നിന്ന് ആ പെണ്ണ് പിന്നിലേക്ക് നിൽക്കുകയും നേരത്തെ പറഞ്ഞ തിന്മയെ മനസ്സ് സപ്പോർട്ട് ചെയ്യുകയും മനസ്സ് നിരന്തരമായി മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ സംസാരത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എന്തൊരു കാര്യം പറയുമ്പോഴും ചിന്തിച്ചു പറയണം, പറയേണ്ടത് പറയണം, പറയേണ്ടവരോട് പറയണം. അതിൽ കളവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമിക്ക് മുകളിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? വല്ലദീ ലാ ഇലാഹ ഗൈറു മഅല അല്ലാഹിൽ അർളി ശൈഉൻ അജ്വദ ഇലാ തൂലി സിജ്ൻ മിൻ ലിസാനി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ എന്ന് പറയുന്നത് നാവിന് വേണ്ടി അല്ലാഹു സംവിധാനം 32 പട്ടാളക്കാരെ കൊണ്ട് അടക്കി ഒതുക്കി വെച്ചത് നമ്മുടെ നാവിനെ. പക്ഷെ നമ്മുടെയൊക്കെ വർത്തമാനം 32 പട്ടാളത്തെയും അടിച്ച് താഴെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പൊതുസമൂഹത്തിന്റെ ഒരു സംസാര രീതി എന്ന് പറയുന്നത്. ഫലഖുൽ ഖൈറൻ, ഈ നല്ലത് പറയട്ടോ. ഔലി യസ്കുത്, അല്ലെങ്കിൽ മുണ്ടാതെ കുത്തണം. നമുക്കൊന്നും വരല്ല. ഔലി യസ്മുത്, അല്ലെ മുണ്ടല്ലേ. അലൈക യസ്മുത്, മുണ്ടാതിരുന്നോട്ടോ. വഅൻ അലാ ദീനിക്, അതെന്റെ ദീനിനെ നന്നാക്കും, അന്റെ ദീൻ വിജയിക്കാൻ അത് കാരണമാവും. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ ഗദ. നീ നല്ല വർത്തമാനം പറയുന്നതുണ്ടല്ലോ, നല്ല സ്വതക്കയേക്കാൾ പുണ്യമാണ്. 1,00,000 രൂപ സ്വതക്ക കൊടുക്കുന്നേക്കാൾ നല്ലതാണ് നല്ല വർത്താനം പറയാം. നല്ലതല്ലാത്ത ഒന്നും പറയാതിരിക്കാം. പറയാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ടാകും, എന്നാലും പറയാതിരിക്കാം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, നിങ്ങൾ അധിക രഹസ്യങ്ങളും ഖൈറില്ലാത്താണ് കേട്ടോ. ഒരു വർത്താനം
ഇല്ലാമ നമ്പർ വിശ്വതക്കത്തിൻ, അതിലൊരു സ്വതക്കയുടെ ഒരു തുണ ഉണ്ടാവണം. ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ മഹാറത്തില്ലെങ്കിൽ നല്ലൊരു കാര്യമാണ്. ആ ഇസ്ലാഹിം ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന, ആളുകളെ ഭിന്നിപ്പിക്കുന്ന, ആളുകളെ അകറ്റുന്ന, ആളുകളെ തെറ്റിപ്പിക്കുന്ന, ഉള്ള പേര് നഷ്ടപ്പെടുത്തുന്ന ഇഷ്ടം പോലെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടുന്ന, നമ്മുടെ തന്നെ എന്താ പറയാ, നരകത്തിന്റെ ആഴക്കടലിലേക്ക് നാം തന്നെ നമ്മെ വലിച്ചെറിയുന്ന സാഹചര്യമാണ് എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്നതാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആൻ ഹദീസ് പഠിച്ചു നോക്കിയാൽ സംസാര ശാസ്ത്രം തന്നെ, അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരത്തിന്റെ ഒരു ശാസ്ത്രം തന്നെ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇലക്ഷൻ സമയത്ത് ഒരുപാട് വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നമ്മൾ അതിലൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പാപമോചനം തേടണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുകളോട് അത് വിളിച്ചു പറഞ്ഞ് മാപ്പാക്കിയിട്ടില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മളത് മറക്കും. അത് ഓർത്ത് പിന്നെ ആകെ ഒരു ആശ്വാസം എന്താ അറിയോ? മയ്യത്ത് ഇവിടെ പള്ളിയുടെ കുറഞ്ഞ് വെച്ച് നിർത്തിയിട്ട് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കും, റഫീഖ് സാഹിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വല്ലതും ആർക്കിലുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം കേട്ടോ, നമ്മൾ ഇങ്ങനെ കിടക്കേണ്ടവരാണ്. അങ്ങനെ പറയുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പൊരുത്തപ്പെട്ടു വരും, അവിടെ കൂടിയ ആൾക്കാർ പൊരുത്തപ്പെട്ടു വരും. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ കത്തി കൊണ്ട് മുറിക്കുന്ന മുറിവ് പോലെ വേദനയുണ്ടാക്കിയ ഒരു കാര്യം ഒരാൾക്ക് മറക്കാൻ പറ്റില്ല. അത് ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇങ്ങനെ പുറത്തെടുക്കും. അങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ബാക്കി വെക്കുന്ന, ബാധ്യതയാകുന്ന വർത്തമാനങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ മറ്റുള്ളവരോട് പറയുന്ന രീതി ഒരു വിശ്വാസി അവസാനിപ്പിക്കണം എന്ന് ഇസ്ലാമിക സമൂഹത്തോട് അള്ളാഹുവിന്റെ റസൂലും പ്രവാചകനും ഓർമ്മപ്പെടുത്താനുള്ള കാരണം. ആ തരത്തിലാണോ നമ്മുടെ സംസാരം എന്ന് പരിശോധിക്കണം. ആ തരത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെയും അങ്ങനെ പ്രാപ്തമാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് സംസാരിക്കുന്നവരിൽ, നന്നായി ജീവിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.